വസിഷ്ഠ മഹർഷി, ഈ യാഗശാലയിലിരിക്കുന്ന എല്ലാ പേരുടെമായി ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ എന്റെ പിതാവ് ആര്? 500 പശുക്കൾ വിലയ്ക്ക് വാങ്ങി എന്നെ വിറ്റപ്പോൾ അജീകർത്തൻ എന്റെ പിതാവല്ലാതായി മാറി. എന്നെ വിലയ്ക്ക് വാങ്ങിയ ഹരിചന്ദ്ര മഹാരാജാവിന്റെ പുത്രനായി ഞാൻ. പക്ഷേ ബലിക്കായി എന്നെ യൂപത്തിൽ ബന്ധിച്ചതോടെ ഹരിചന്ദ്ര മഹാരാജാവും എന്റെ പിതാവല്ലാതായി മാറി. പിന്നെ ആരാണ് എന്റെ പിതാവ്? സംശയമെന്ത്? യൂപത്തിൽ നിന്ന് രക്ഷിച്ച വരുണദേവൻ തന്നെ. ഇതൊരു വാദവിവാദമായ സ്ഥിതിക്ക് ഞാൻ മറുപടി പറയാം. ശുനശേഭൻ പറഞ്ഞതുപോലെ വിലയ്ക്ക് വിറ്റ പിതാവിന് പിതൃത്വാവകാശമില്ല. ബലിക്ക് നൽകിയതോടെ ഹരിചന്ദ്രനും ആ അവകാശം നഷ്ടമായി. എന്നാൽ ഇവനെ യൂപത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് മാത്രം വരുണദേവൻ ഇവന് പിതാവാകുന്നില്ല. കാരണം വിശിഷ്ട മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുമ്പോൾ ഏതു ദേവനും പ്രസാദിച്ചു വരം നൽകും. വരുണൻ ഇവിടെ ചെയ്തത് അതുമാത്രമാണ്. എന്നാൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥയിൽ ശുനശേഭന് വരുണമന്ത്രം ഉപദേശിച്ച് രക്ഷാമാർഗം കാട്ടിക്കൊടുത്തത് വിശ്വാമിത്രനാണ്. അതുകൊണ്ട് മേലിൽ വിശ്വാമിത്രനായിരിക്കും ഇവന്റെ പിതാവ്. വസിഷ്ഠ മഹർഷേ, അങ്ങയുടെ വാദം നാമും ശരിവെക്കും. ശുനശേഭൻ ഇന്നു മുതൽ നമ്മുടെ മകൻ തന്നെയാണ്. ഇവൻ എന്റെ മറ്റു പുത്രന്മാരോടൊപ്പം വളരും. വരൂ ശുനശേഭ. മഹാരാജൻ. ദേവി, നമ്മുടെ ദുരിതങ്ങൾ ഏറെക്കുറെ പരിഹൃതമായിരിക്കുന്നു. പിതാവിന് ലഭിച്ച ശാപം മുതൽ നീണ്ടു വന്ന കഷ്ടതകളായിരുന്നു ഇതുവരെ. അതിൽ അവസാനത്തേതായിരുന്നു ഞാൻ അനുഭവിച്ച രോഗപീഠ. അതും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു മഹാരാജൻ. ഇത് നല്ല കാലമാണ്. പക്ഷേ എല്ലാം അനുകൂലമായി വന്നിട്ടും ഒന്നിന്റെ കുറവുണ്ട്. അതൊരു വലിയ കുറവുമാണ് പ്രഭു. ഞാൻ ഉദ്ദേശിക്കുന്നത് രോഹിതാശ്വന്റെ അഭാവമാണ്. ഉണ്ണിയെ കണ്ടുപിടിക്കാൻ അങ്ങ് നടപടികൾ സ്വീകരിച്ചുവോ? കണ്ടുപിടിക്കാൻ ഒന്നുമില്ല ദേവി. രോഹിതൻ എവിടെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പോയി കൂട്ടിക്കൊണ്ടുവരികയേ വേണ്ടൂ. എങ്കിൽ എന്തിനമാന്തിക്കുന്നു പ്രഭു? എത്രയും വേഗം അതിന് ശ്രമിച്ചുകൂടെ? തീർച്ചയായും ദേവി. ഇന്ന് തന്നെ മന്ത്രിക്ക് കൽപ്പന കൊടുക്കാം. ഉണ്ണിയെ കാണാൻ കണ്ണു കൊതിക്കുന്നു. വൈകില്ല. ഭവതിയുടെ കണ്ണിന്റെ ആ കൊതി ഇന്ന് തന്നെ അവസാനിക്കും. കുമാരനെ ഇന്ന് തന്നെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. എങ്കിൽ എനിക്ക് സമാധാനമാകും പ്രഭു.
പിതാവേ, അങ്ങ് എന്നോട് പൊറുക്കണം. അങ്ങ് രോഗപീഡിതനായി കിടക്കുമ്പോഴും ഞാൻ മടങ്ങി വന്ന് അങ്ങേ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല. കുമാര, നീ ആ സമയത്തൊന്നും മടങ്ങി വരരുതേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അന്ന് നീ മടങ്ങി വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ദുഃഖം വർദ്ധിക്കാനേ അത് വഴിതെളിക്കുമായിരുന്നുള്ളൂ. അന്ന് നീ വരാതിരുന്നതും ഇന്ന് നീ വന്നതും ഉചിതമായി കുമാര. അമ്മേ, അമ്മയോട് പോലും ഒരു വാക്ക് പറയാതെ പോയതിൽ അമ്മയ്ക്ക് നീരസമുണ്ടായിരുന്നു. ഇല്ല കുമാര, മദനികയാണ് നിന്നെ നിർബന്ധിച്ചയച്ചതെന്ന് എനിക്കറിയാം. അവളെല്ലാം എന്നോട് പറഞ്ഞു. അവൾ ചെയ്തത് ഉചിതമായെന്നേ എനിക്കപ്പോൾ തോന്നിയുള്ളൂ കുമാര. എല്ലാം ശുഭമായി. നല്ല കാലം സമാഗതമായി. രാജ്യത്ത് ശാന്തിയും ജനങ്ങൾക്ക് ഐശ്വര്യവും കുലത്തിൽ സന്തോഷവും കളിയാടുമ്പോഴാണ് രാജാക്കന്മാർ പുണ്യകാര്യങ്ങളും ദേവകാര്യങ്ങളും അനുഷ്ഠിക്കാൻ വിചാരിച്ചു തുടങ്ങുന്നത്. ഞാൻ അങ്ങനെ ഒരു ചിന്തയിലാണ് ദേവി. പ്രഭു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവി കാണാൻ കാത്തിരുന്നോളൂ. ഹരിശ്ചന്ദ്രൻ ശ്രേഷ്ഠമായ വിശിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോകുന്നു. മഹർഷേ, പ്രണാമം ഗുരു. പ്രണാമം. പ്രണാമം മഹാരാജൻ. അങ്ങെന്താണ് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്? എന്താണ് വിശേഷിച്ച്? അങ്ങ് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കൊട്ടാരത്തിലേക്ക് വരുമായിരുന്നല്ലോ. അതറിയാം ഗുരു. എങ്കിലും ഇവിടെ ആശ്രമവാടത്തിൽ വന്ന് സംസാരിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത്. സന്തോഷം മഹാരാജൻ. അങ്ങയെ കാണുന്നതും അങ്ങേ ആശ്രമവാടത്തിലേക്ക് കടന്നു വരുന്നതും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പറയൂ, എന്താണ് അങ്ങ് അറിയിക്കാൻ വന്നത്? ഗുരു, നമ്മളിപ്പോൾ ഒരു യാഗം നടത്തി കഴിഞ്ഞതേ ഉള്ളൂ. അത് മറന്നുകൊണ്ട് പറയുന്നതല്ല. മാത്രമല്ല, അതൊരു പരിഹാര യാഗകർമ്മമായിരുന്നു. വരുണദേവന് നൽകിയ വാഗ്ദാനം പാലിക്കാനുള്ള ഒരു പരിഹാരയാഗം. അത് കഴിഞ്ഞു. നമ്മെ അലട്ടിയിരുന്ന പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു. അങ്ങനെ ശുഭമായിരിക്കുന്ന ഈ വേളയിൽ നാം മറ്റു ചിലത് ചിന്തിക്കുകയാണ് ഗുരു. അങ്ങയുടെ ചിന്തയിൽ വരുന്നത് എന്തായാലും അത് ശ്രേഷ്ഠമായ കാര്യമായിരിക്കും. പറഞ്ഞാലും മഹാരാജൻ, അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്? ഞാനൊരു രാജസൂയ യാഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് മഹർഷി. ഈ കാലഘട്ടത്തിൽ ആരും ഇതുവരെ നടത്തിയിട്ടില്ലാത്ത വിധം വിപുലമായൊരു രാജസൂയം. ആ ഇംഗിതത്തെ അങ്ങ് എങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് മഹാമുനെ. ഏതൊരാൾക്കും ആനന്ദം പകരുന്ന കാര്യമാണത് മഹാരാജൻ. ഇതെനിക്ക് ആനന്ദവും ഒപ്പം അഭിമാനവും പകരുന്നു. തീർച്ചയായും ഈ രാജസൂയം അങ്ങയെ ജംബുദ്വീപിലെ തന്നെ മഹാനായ രാജാവാക്കി ഉയർത്തും. എങ്കിൽ അയോധ്യാധിപനായ ഹരിചന്ദ്രൻ രാജസൂയം നടത്തുന്നു. ഋഷിവര്യനായ വസിഷ്ഠ മഹർഷി ഹോതാവായിരിക്കുന്നു. സന്തോഷമായി മഹാരാജൻ, സന്തോഷമായി. അങ്ങ് രാജസൂയത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചുള്ളൂ. ഋത്തിക്കുകളെയും മറ്റു പുരോഹിതന്മാരെയും ഞാൻ വരുത്താം. നന്ദി ഗുരു, നന്ദി. അയോധ്യയുടെ ഐശ്വര്യം എന്നും അങ്ങയുടെ തപോബലത്തിന്റെ ഗുണഫലം തന്നെയാണ്. ആയുഷ്മാൻ ഭവ. അത് ഗുരു, ഹരിചന്ദ്ര മഹാരാജാവ് രാജസൂയയാഗം ആരംഭിച്ചിരിക്കുന്നു. ഋഷിമാരും ബ്രാഹ്മണന്മാരും നിറയെ വന്നിട്ടുണ്ട്.
രാജഗുരു വസിഷ്ഠ മഹർഷി തന്നെയാണ് ഹോതാവ് എന്നാണ് കേട്ടത് ഗുരു. യാഗശാലയിൽ ബ്രാഹ്മണദാനവും ദക്ഷിണയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. എല്ലാ യാഗശാലകളിലും അതുണ്ടാകും. ഗുരു, ഞാൻ അവിടെ വരെ. വേണ്ട, വെക്കോ. ആ, ഇരിക്കുക. ഇങ്ങനെ ഒരു യാഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന് നമ്മുടെ ജീവിതകാലത്ത് ഇവിടെ എങ്ങും ആരും രാജസൂയം നടത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ കാണും? അല്ല, നമ്മൾ പല യാഗങ്ങൾക്കും പോയിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ എല്ലാം ലുബ്ധിച്ചുള്ള കാര്യക്രമങ്ങളല്ലേ? ആ, അത് ശരിയാണ്. പക്ഷേ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, അവരൊക്കെ അയോധ്യാധിപന്മാരെ പോലെ സമ്പന്നരായ രാജാക്കന്മാരല്ല. രണ്ട്, പിന്നെ അത് രാജസൂയമല്ല എന്നുള്ളത് തന്നെ. ആ, നമ്മുടെ കാലത്തല്ലെങ്കിലും അതിനു മുമ്പും ആരെങ്കിലും ഒക്കെ രാജസൂയം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അവര് പോലും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ശരിയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൊണ്ടും സമ്പൂർണമായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ രാജസൂയം. ആർഭാടം കൊണ്ടും ആഡംബരം കൊണ്ടും ഒന്നാം സ്ഥാനം. പിന്നെ ആൾക്കാർ വന്നതാണെങ്കിലോ, ഉത്തരദേശത്ത് നിന്നും ദക്ഷിണദേശത്ത് നിന്നും മധ്യദേശത്ത് നിന്നും എല്ലാം ആളുകൾ വന്നു. ആ ദക്ഷിണ ദിക്കിൽ നിന്ന് വന്നവർക്ക് ആർക്കും സംസ്കൃതം അറിഞ്ഞുകൂടാ. അവര് പറയുന്ന കേൾക്കാൻ നല്ല രസമാ. എന്തായാലും എല്ലാം കൊണ്ടും തൃപ്തിയാണ്. അന്ന് ത്രിശങ്കു മഹാരാജാവിനെ ചവിട്ടിപ്പുറത്താക്കിയ ഇന്ദ്രൻ ഇന്ന് ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ കണ്ടാൽ എണീറ്റ് സ്വന്തം സിംഹാസനം ഒഴിഞ്ഞുകൊടുക്കും. കണ്ടില്ലേ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ ഒരു തേജസ്? സൂര്യൻ ഉദിച്ചു വന്നതുപോലെ ആരും ഒന്നുകൂടി നോക്കിപ്പോവും. വസിഷ്ഠ മഹർഷിയെ ശ്രദ്ധിച്ചോ? ഈ ഒരു യാഗത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്ഥാനവും വിലയും ഒരുപാട് മാറും. അദ്ദേഹം ഋഷിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായി പരിണമിക്കും. ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ ഈ യാഗം മൊത്തത്തിലൊരു ചലനമുണ്ടാക്കും. നീ എവിടെയായിരുന്നു ശുനശിവ? ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ രാജസൂയം കഴിഞ്ഞു പോകുന്ന ഋതിക്കുകളും ബ്രാഹ്മണന്മാരുമാണ് വഴികളിൽ. ഞാൻ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. നീ അവിടെ പോയോ യാഗസ്ഥലത്ത്? ഇല്ലമ്മേ, ഗുരു അനുവാദം തന്നില്ല. ഹരിചന്ദ്രന്റെ യാഗത്തിന് ഹോതാവ് ആരാണ്? അയോധ്യാധിപന്മാരുടെ യാഗത്തിന് പുറത്തുനിന്ന് ഹോതാ ഉണ്ടാകുമോ? വസിഷ്ഠ മഹർഷി തന്നെ. അതാണ് ഗുരു നിന്നെ വിലക്കിയത്. നാം പുറപ്പെടുകയാണ്. എവിടേക്ക്? നാം നേരത്തെ തന്നെ ഭവതിയോട് പറഞ്ഞതല്ലേ, ഇന്ദ്രന്റെ ക്ഷണത്തെക്കുറിച്ച്. അമരാവതിയോളം പോകുന്നു. ഭൂമിയിലെ തപസ്വികളായ ഋഷിമാരെ ദേവേന്ദ്രൻ അമരാവതിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. എന്നത്തേക്കാവും മടക്കം? എത്ര നാളാണ് സ്വർലോകത്ത്? അറിയില്ല. ദീർഘനാൾ വേണ്ടി വരില്ല. പൂജകൾക്ക് വിഘ്നം വരരുത്, ഉപാസനകൾ മുടങ്ങരുത്. ഇല്ല പ്രഭു, കൊടിയ വേനൽക്കാലത്ത് പോലും ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല. എല്ലാം വിധി പോലെ തന്നെ നടത്തിക്കൊള്ളാം. ശുനശേവ, കൽപ്പിച്ചാലും ഗുരുദേവ. നീ നമുക്ക് പുത്ര തുല്യനല്ല, പുത്രൻ തന്നെയാണ്. അറിയാം ഗുരു. നാം മടങ്ങി വരുന്നതുവരെ ആശ്രമത്തിലെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കൊള്ളാം.
ഹോമകുണ്ടം കെടാതെ ആ ഉപാസനത്തി കാത്തുപാലിക്കണം. ആശ്രമത്തിലെ എന്താവശ്യത്തിനും നീ ഉണ്ടാകണം. നഷ്ടപ്പെടും എന്ന് കരുതുന്നത് സുരക്ഷിതമായി രക്ഷ പ്രാപിക്കുന്നതും അലഭ്യം എന്ന് കരുതുന്നത് അനായാസേന ലഭ്യമാകുന്നതും ആനന്ദകരമായ അവസ്ഥകളാണ്. അതൊരിക്കലും നമ്മുടെ കഴിവിൻ്റെ ഫലമല്ല, അനാദിയായ ഒരു ചൈതന്യത്തിൻ്റെ കൃപയുടെ ഫലമാണ്.